ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഗൈസ്, അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ജോഗ്രഫി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഗൈസ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിച്ചോളാം. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ സ്കൂളും പിന്നെ എക്സാമിനെ പറ്റിയൊക്കെ ഇവിടെ എത്ര എഴുതിയിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസാണ്. 80 മാർക്കിൻ്റെ പരീക്ഷയാണ്. 2 മണിക്കൂറായിരുന്നു നമ്മുടെ എക്സാമിൻ്റെ ടൈം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2 പാർട്ടായിട്ടാണുള്ളത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. പാർട്ട് 1 30 മാർക്കിനാണ്. പാർട്ട് 2 നമുക്ക് നോക്കാം. അതെ, പാർട്ട് 2 50 മാർക്കിന്. അങ്ങനെ മൊത്തം 80 മാർക്കിനാണ് നമ്മൾ എക്സാം. അപ്പോൾ പാർട്ട് 1 ക്വസ്റ്റ്യൻ 1 ആണ്, വാട്ട് ആർ ഹോട്ട് സ്പ്രിങ്സ്. ഗൈസ് ഇത് ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടു. ഗൈസ്, ഇത് ICSEയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അത് ശ്രദ്ധിച്ചോളാം. വാട്ട് ആർ ഹോട്ട് സ്പ്രിങ്സ്. ഗൈസ്, ഹോട്ട് സ്പ്രിങ്സ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അത് വോൾക്കാനോ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഭാഗമാണ് ഹോട്ട് സ്പ്രിങ്സ്. അത് ഞാൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഹോട്ട് സ്പ്രിങ്സ് എന്താണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്, ജോഗ്രഫി. നമുക്ക് വോൾക്കാനോ ചാപ്റ്റർ എടുക്കാം. ഇവിടെ ഹോട്ട് സ്പ്രിങ്സും ഗീസേഴ്സും അങ്ങനെ 2 സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹോട്ട് സ്പ്രിങ്സിൻ്റെ ഡെഫിനിഷൻ അതെ ഉണ്ടോ. ദി മൂവ്മെൻറ്റ് ഓഫ് മാഗ്മ ഇൻ ദി ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത് ഹീറ്റ്സ് അപ്പ് അണ്ടർഗ്രൗണ്ട് വാട്ടർ, particularly around magma chamber. When water turns into steam, it gushes up to the surface. Hot springs are known as thermal springs. അപ്പോൾ ഇതുവരെയാണ് ആൻസർ. ഇത്ര എഴുതിയാൽ നമുക്ക് അതിലുള്ള 2 മാർക്ക് കിട്ടുന്നതാണ്. പിന്നെ ഓൺവേർഡ്സിൽ എഴുതാം, മീനിങ് അതേപോലെ ആയിരുന്നാൽ മതി. അതെ, അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി എർത്ത്സ് മീൻ ടെമ്പറേച്ചർ, സ്റ്റേറ്റ് ഇറ്റ്സ് വൺ അഡ്വാൻറ്റേജ്. അത് പ്രത്യേകിച്ച് നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് നോക്കാനൊന്നുമില്ല. ദി മെയിൻ ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത് ഈസ് 17 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അത്ര എഴുതുമ്പോൾ ഫസ്റ്റ് പാർട്ടായി 1 മാർക്ക് അതിൽ കിട്ടും. സ്റ്റേറ്റ് ഇറ്റ്സ് വൺ അഡ്വാൻറ്റേജ്, ഇറ്റ് ഹെൽപ്സ് ടു സസ്റ്റെയിൻ ലൈഫ് ഇൻ ദി എർത്ത്. അത്രേ ഉള്ളൂ. അങ്ങനെ അത്രയും മാത്രം എഴുതിയാൽ മതി, നമുക്ക് 2 മാർക്ക് അതിൽ നിന്ന് കിട്ടും. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി, ഹൂ ഡിസ്കവേർഡ് ഇറ്റ്. അത് രണ്ടും കൂടെ കൂട്ടിയാണ് 2 മാർക്ക്. അപ്പോൾ എനിക്ക് ഡിസ്കവേർഡ് ഇറ്റ് അത് ആരാണെന്ന് അറിയില്ലായിരുന്നു, ഞാൻ ഡിഫൈനിഷൻ മാത്രമാണ് എഴുതിയത്. അപ്പോൾ മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്തോന്നാണെന്ന് നമുക്ക് നോക്കാം. എർത്ത് സർഫസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ആ പോർഷൻ വരുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ എടുക്കാം. ഇവിടെ മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി, ദിസ് ഡിസ്കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് മാന്റിൽ ഇസ് നോൺ ആസ് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി. ഞാൻ അതേപോലെ എഴുതിയിട്ടുണ്ട്. അതെ, ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ സയൻറ്റിസ്റ്റ് ആൻഡ്രീജ മൊഹറോവിക്. ഇത്രയും ഈ പേരും കൂടെ എഴുതിയാൽ നമുക്കത് 2 മാർക്ക് കിട്ടും. എനിക്കത് 1 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ ആ ഡിസ്കവേർഡ് ആ സയൻസിൻ്റെ പേര് നോക്കിയിട്ടില്ലായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തത്, വാട്ട് ഈസ് എക്വിനോക്സ്. ഗസ്, എക്വിനോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ റൊട്ടേഷൻ റെവല്യൂഷൻ ചാപ്റ്ററിലുള്ള ഭാഗമാണ്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തോന്നാണ്. ഇവിടെ സോൾസ്റ്റിസ്, എക്വിനോക്സ്. On 2 days in a year, the sun shines vertically over the equator at an angle of 90 degree. അത്രയും എഴുതിയാൽ മതി ഇക്വിനോക്സ് എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ, അതിൻ്റെ 2 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ഇന്റർമോണ്ടൻ പ്ലേറ്റോ, ഗീവ് ആൻ എക്സാമ്പിൾ. ഇത് സിമ്പിളാണ്. ഇന്റർമോണ്ടൻ പ്ലേറ്റോ ഈസ് എ പ്ലേറ്റോ വിച്ച് is surrounded by high hills and mountains. പിന്നെ നമുക്ക് ഒരു പോയിന്റ് കൂടെ വേണമെങ്കിൽ എഴുതാം. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ്
പ്ലേറ്റ്യൂസ് ഫൗണ്ട് ഇൻ ദി എർത്ത്, അങ്ങനെ ഒരു പോയിന്റ് കൂടെ നമുക്ക് വേണം എഴുതാം. അടുത്ത ഗീവ് ആൻ എക്സാമ്പിൾ. എക്സാമ്പിളിൽ നമുക്ക് പല പല പ്ലേറ്റ്യൂസിൻ്റെ പേര് എഴുതാം. ഡെക്കാൻ പ്ലേറ്റ് വരില്ല, ഞാൻ അതാണ് എഴുതിയത്. ഓക്കെ, അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ലാൻഡ് ഫോംസ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ളതാണ് പ്ലേറ്റു. ഇത് ഇന്റർ മോണ്ടൻ പ്ലേറ്റുവിൻ്റെ എക്സാമ്പിളാണിത്. കൊളംബിയൻ പ്ലേറ്റു എഴുതാം, സൗത്ത് ആഫ്രിക്കൻ പ്ലേറ്റു എഴുതാം, പെൻസിലർ പ്ലേറ്റു എഴുതാം. ഓക്കെ, അത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അടുത്ത് വരുന്ന മാപ്പ് വർക്ക്. അറ്റ്ലസ്, ഹിമാലയ, റോക്കീസ്, അങ്ങനെ 10 പ്ലേസസ് നമുക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ, മാപ്പ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്ന കാണിച്ചു തരാം. ഓക്കെ, ഇന്ത്യൻ വേൾഡ് മാപ്പ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് അറ്റ്ലസ് എവിടെയാണെന്നാണ്. അറ്റ്ലസ് ഇവിടെ ആയിട്ടാണ് വരുന്നത്, നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്താണ്. അടുത്തത് ഹിമാലയ അതെ നമ്മുടെ ഇന്ത്യയുടെ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അടുത്ത റോക്കീസ് ഇവിടെ ആയിട്ടാണ് വരുന്നത്, കണ്ടോ. അടുത്ത ഉറൽസ് എന്ന് പറയുന്നതാണ്. ഉറൽസ് കാസ്പിയൻ സീൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഉറൽസ് വരുന്നത്. അടുത്ത ആൻഡസ് ഇവിടെ ആയിട്ട് വരും. അതാണ് ഇന്ത്യൻ ഓഷ്യൻ, എല്ലാവർക്കും അറിയാം. ഇവിടെ എഴുതിയാൽ മതി ഇന്ത്യൻ ഓഷ്യൻ. ബ്ലാക്ക് സീ ഇവിടെയാണ്. ഈ ആൽപ്സിൻ്റെ തൊട്ട് താഴെ ഇവിടെ ബ്ലാക്ക് സീ ഇവിടെയാണ്. മെഡിറ്ററേനിയൻ സീ താഴെയാണ്, അതിൻ്റെ തൊട്ട് മുകളിൽ ഇവിടെ ആയിട്ടാണ് നോർത്ത് സീ. പിന്നെ അറ്റ്ലാന്റിക് ഓഷ്യൻ സൗത്ത് ഇവിടെയാണ്, നോർത്ത് അറ്റ്ലാന്റിക് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതിയാൽ മതി അറ്റ്ലാന്റിക് ഓഷ്യൻ. അത് കഴിഞ്ഞത് ഗൾഫ് ഓഫ് മെക്സിക്കോ ഇവിടെ ആയിട്ട് വരും. അറേബ്യൻ സീ അതിൻ്റെ തൊട്ട് താഴെയാണ്. ലാസ്റ്റ് നമ്മുടെ കാസ്പിയൻ സീ ബ്ലാക്ക് സീയുടെ തൊട്ട് സൈഡിൽ ഉറൽസിൻ്റെ താഴെ ആയിട്ടാണ് കാസ്പിയൻ സീ. അപ്പോൾ അതാണ് മാപ്പ് വർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത് വരുന്ന ചൂസ് ദി കറക്റ്റ് ആൻസറാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻസ്. ദി ബെഡ്ഫോർഡ് കനാൽ എക്സ്പെരിമെൻറ്റ് വാസ് കണ്ടക്റ്റഡ് ടു ഡാഷ്. ബെഡ്ഫോർഡ് എക്സ്പെരിമെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടക്ട് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ പ്രൂവ് ദി ഷേപ്പ് ഓഫ് ദി എർത്ത്. നമ്മുടെ എർത്ത് റൗണ്ട് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എർത്ത് സ്പിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് മെറീഡിയൻ. ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് മെറീഡിയൻ എന്നാണ് അറിയപ്പെടുന്നത്. ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അതിൻ്റെ ആൻസർ പാരലൽസ് ആണ്. അടുത്ത മൂന്നാമത്തെ, വോൾക്കാനോസ് ആർ കോൾസ്ഡ് ഡ്യൂ ടു ഡാഷ്. ഗൈസ് അത് നമുക്കിപ്പോൾ 3 ഓപ്ഷൻ കാണാം. ഗൈസ് ഈ 3 ഓപ്ഷനും തെറ്റാണ്, അതുകൊണ്ട് നമുക്ക് നൺ ഓഫ് ദി എബവ് ആണ് ആൻസർ എഴുതേണ്ടത്. അതെനിക്ക് അവിടെ തെറ്റി ഗൈസ്, ഞാൻ എക്സോജനിക് ഫോഴ്സസ് ആണ് എഴുതിയത്. നൺ ഓഫ് ദി എബവ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 4th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഓർഡർ ആസ് വി മൂവ് ടുവേർഡ്സ് ദി സർഫസ് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോകുമ്പോൾ കറക്റ്റ് ഓർഡർ ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ് എഴുതാൻ. നമുക്ക് ഫസ്റ്റ് കാണുന്ന സിയാലാണ്, കോണ്ടിനെൻ്റ് പ്ലേസ്, സൈമ, ഓഷ്യൻ ഫ്ലോർ, നിഫെ. ഗൈസ് എർത്തിൻ്റെ ക്രസ്റ്റാണ് നിഫെ എന്ന് പറയുന്നത്, അപ്പോൾ ഇതാണ് കറക്റ്റ്. ദി പ്ലെയിൻസ് ദാറ്റ് ആർ ഫോം ഡ്യൂ ടു അപ്ലിഫ്റ്റ് ഓർ സബ്സിഡൻസ് ഓഫ് ലാൻഡ് ആർ നോൺ ആസ് സ്ട്രക്ചറൽ പ്ലെയിൻസ്. ഓക്കെ ഗൈസ്, അടുത്ത 6ാമത്തെ, ദി താർ ഡെസേർട്ട് ഇൻ ഇന്ത്യ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഗൈസ് താർ ഡെസേർട്ട് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വിൻഡ് ഇറോഷനാണ് കറക്റ്റ്. ചിലർ വിൻഡ് ഡെപ്പോസിഷനും പറയുന്നുണ്ട്. ഓക്കെ, അത് ചെറിയ ഡൗട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ലീപ്പ് ഇയർ ഹാസ് ഡാഷ് ഡേയ്സ്. 365 ഡേയ്സ് ആണ്.
വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഗ്രേറ്റ് സർക്കിൾ. ഗൈസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആറെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് സർക്കിൾസ് അപ്പോൾ പ്ലൂറൽ, അപ്പോൾ 2 എണ്ണം വരും. അപ്പോൾ ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഗ്രേറ്റ് സർക്കിൾ അല്ല, ലോഞ്ചിറ്റ്യൂഡ് ഗ്രേറ്റ് സർക്കിൾ ആണ്. ഇക്വേറ്റർ ആണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ബോത്ത് എ ആൻഡ് സി ആണ് കറക്റ്റ് ആൻസർ. ഇതേ അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഷേപ്പ് ഓഫ് ദി എർത്ത് ഈസ് ഡാഷ് ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്ന് തന്നെ എഴുതണം. 10ാമത്തതാണ്. ദെയർ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ് മാർക്ഡ് ആസ് അസേർഷൻ ആൻഡ് റീസൺ. റീഡ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ആദ്യം നമുക്ക് അസേർഷൻ വായിച്ചു നോക്കാം. എ പ്ലെയിൻ ഈസ് നത്തിങ് ബട്ട് എ ലോ ലൈയിങ് റിലേറ്റീവ്ലി ഫ്ലാറ്റ് സർഫസ് വിത്ത് എ വെരി ജെൻറ്റിൽ സ്ലോപ്പ്. അസേർഷൻ കറക്റ്റാണ്. അടുത്ത റീസൺ. ഇറോഷണൽ പ്ലെയിൻസ് ആർ ഫോംഡ് ബൈ ദി കണ്ടിന്യൂസ് ഇറോഷൻ ഓഫ് അപ്ലാൻഡ്സ്. ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് നോർമൽ പ്ലെയിനിൻ്റെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തേക്കുന്നത്. ഇത് ഇറോഷണൽ പ്ലെയിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ഓപ്ഷൻ എഴുതാം. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതായിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. സെക്കൻഡ് പാർട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നമ്മൾ സെക്കൻഡ് പാർട്ട് ഇതിലിട്ടാൽ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടില്ല ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അതുവരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. എങ്കിലേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ വേണം. ദിസ് ഇസ് അഭിനവ് സൈനിങ് ഓഫ്.